ഏതാണ്ട് ആയത്തുകളിൽ ഓരോന്നോരാന്നായി മാനവരാശിക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് ഇടയ്ക്ക് കയറിയിട്ട് അല്ലാഹു ചോദിക്കുക ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതെല്ലാം അറിഞ്ഞിട്ടും പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. 17 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചാവർത്തിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ഭാര്യ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാ, നമ്മുടെ മക്കള് പടച്ചറപ്പ് നമുക്ക് നൽകിയ അനുഗ്രഹമാ, നമ്മുടെ സമ്പത്ത് നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ സൗന്ദര്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ആയുസ് നമ്മുടെ അനുഗ്രഹമാ, അന്തരീക്ഷവായു നമ്മുടെ അനുഗ്രഹമാ. ഇങ്ങനെ 10,000 കോടാനുകോടി അനുഗ്രഹത്തെ പറഞ്ഞ് അള്ളാഹു ചോദിക്കുന്ന ഒരേ ഒരായത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. 1000 അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോ ചോദിക്കുകയാണ് ലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. അല്ലാഹു പറയുകയാണ് ലം നജ്അലിൽ അർള മിഹാദാ, ഈ പ്രവിശാലമായ ഭൂമി എന്ന ഗോളത്തെ ധ്രുവങ്ങളിൽ മെല്ലെ വളർന്നിട്ട് വലതുഭാഗത്ത് തളർന്നു നിൽക്കുന്ന ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു കട്ടില് പോലെ വിരിച്ചു തന്നില്ലയോ എന്ന് മാത്രമല്ല വൽ ജിബാല ഔതാദാ, വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളാകൃതിയുള്ള ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ജീവിക്കുമ്പോ ആ ഭൂമി നിങ്ങളെയും കൊണ്ട് മറിയാടിരിക്കാൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനം എപ്പോഴും ചാഞ്ചാടുമെന്നിരിക്കെ ആ സാധനത്തിന്റെ ചാഞ്ചാടാതിരിക്കാൻ അതിന്റെ മുകളിലേക്ക് പർവ്വതങ്ങളെ ആണിയാക്കി ഞാൻ ഉറപ്പിച്ചു തന്നില്ലയോ. ആദ്യം അല്ലാഹു ചോദിക്കുന്നത് ഭൂമി എന്ന അനുഗ്രഹത്തെ കുറിച്ചാ, രണ്ടാമത് പർവ്വതത്തെ കുറിച്ചാ, മൂന്നാമത് അല്ലാഹു ചോദിക്കുകയാ വഖലഖനാകും അസ്വാജാ, ആ കട്ടില് പോലെ വിരിച്ചിട്ടിരുന്ന ഭൂമിയുടെ മുകളിൽ പരസ്പരം ഇളകാതെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെയും തന്നില്ലയോ. നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഉള്ളില് പാതിരാ സമയത്ത് മൗനാനുരാഗത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കെട്ടിപ്പിടിച്ച് ശീൽക്കാര ശബ്ദത്തോടെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെ തന്നില്ല മനുഷ്യ. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ വിഷയം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ ഓ വജഅൽനാ നൗമകും സുബാതാ. അള്ളാഹു പറയുകയാണ് അടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ അള്ളാഹു ചോദിക്കുന്നത് എന്താ വജഅൽനാ നൗമകും സുബാതാ, നിന്റെ വിശ്രമത്തിന് വേണ്ടി നിനക്ക് ഞാൻ ഉറക്കത്തെ തന്നില്ലയോ. അതിരമാര് ശ്രദ്ധ പതിപ്പിക്കാത്ത പലരും അശ്രദ്ധമായി കളയുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹത്തിൽപ്പെട്ട ഈ അനുഗ്രഹത്തിൽ നിന്ന് നമുക്കിന്ന് നമ്മുടെ ഒരു ദിവസം തുടങ്ങാം. മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ? ഏറ്റവും വലിയൊരു അനുഗ്രഹം പടച്ചറപ്പിനെ ആസ്വദിച്ചുകൊണ്ടാ. ആ അനുഗ്രഹം ഏടെന്നറിയോ? നിങ്ങൾ ആരും അനുഗ്രഹത്തെ കുറിച്ച് ഇതേവരെ ചിന്തിച്ചിട്ടില്ല. അനുഗ്രഹമാണ് വജഅൽനാ നൗമകും സുബാതാ, നിങ്ങളുടെ വിശ്രമത്തിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറക്കം തന്നില്ലയോ. പടച്ച തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ ഉറക്കം. ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞത് വജഅൽനാ നൗമകും സുബാതാ, വിശ്രമത്തിനുതകുന്ന ഉറക്കം തന്നില്ലയോ. ഉറക്കം എപ്പോഴും സുബാത്തായിരിക്കണം. അതുകൊണ്ടാണ് ബസിന്റെ സീറ്റിൽ ചാടിയിരുന്നുറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ഉറക്കത്തിന്റെ ആഗ്രഹം തീരില്ല. ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലിരുന്ന് ഉറങ്ങിയാൽ ഉറക്കം ശരിയാവില്ല. ആ ഉറക്കം സുബാത്താവണോ, അത് വിശ്രമമാകണോ. നിന്റെ വീട്ടിൽ ചരിച്ചിട്ട കട്ടിലിന്റെ മുകളിൽ സന്തോഷമായിട്ടൊന്നുറങ്ങാ. പൊന്നുമോനെ, അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ ഉറങ്ങാൻ കഴിയുക.
പറയുക. എത്രയെത്രയോ ആളുകളാണ് ഉസ്താദേ ടെൻഷൻ കാരണം ഉറക്കമില്ല, ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന എത്രയോ